മജീദ് ദാദയുടെ പടുകൂറ്റൻ ബംഗ്ലാവിന് മുന്നിൽ ആൽബർട്ട് മുതലാളിയുടെ ജീപ്പ് ബ്രേക്ക് ചെയ്തു. ബംഗ്ലാവിൻ്റെ പ്രധാന വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അതുവഴി ആൽബർട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ ദാദയും അനുചരന്മാരായ 4 സംഘവും മദ്യസേവയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അയാളെ കണ്ടപ്പോൾ അനുചരന്മാർ എണീറ്റു. "ആഹാ, ഇതാര്? ആൽബർട്ടോ? വരണം, ഇരിക്കണം," മജീദ് ദാദ ക്ഷണിച്ചു. ആൽബർട്ട് ഇരുന്നു. ദാദ ഒരു ഗ്ലാസ്സിൽ കൂടി മദ്യം പകർന്നു ആൽബർട്ടിനു നേരെ നീട്ടി. അയാൾ അത് വാങ്ങി. "പിന്നെ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?" "ഇവിടെ വിശേഷങ്ങളല്ലേയുള്ളൂ." ആൽബർട്ട് ഒറ്റ വലിക്ക് മദ്യം അകത്താക്കി. "എവിടെ നിന്നോ തെണ്ടിത്തിരിഞ്ഞു വന്ന ഇത്തിരി പോന്ന ഒരു പയ്യൻ നമ്മളെയൊക്കെ വെല്ലുവിളിക്കുന്നു." "ഞാനും അറിഞ്ഞു." ദാദ സ്പൂൺ കൊണ്ട് ചില്ലി ചിക്കൻ്റെ ഒരു കഷ്ണം വായിലേക്ക് എറിഞ്ഞിട്ട് തുടർന്നു. "പക്ഷേ നമ്മളാരും അതൊന്നും വകവയ്ക്കേണ്ടതില്ലല്ലോ." "ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്." "പിന്നെ ആ പെണ്ണിൻ്റെ കാര്യത്തിൽ ആൽബർട്ടിന് പരാജയം പറ്റിയെന്നറിഞ്ഞു." ആൽബർട്ടിൻ്റെ മുഖം ഒന്ന് വിളറി. എങ്കിലും വേഗം ഭാവം മാറ്റിക്കൊണ്ട് പറഞ്ഞു, "നീർക്കോലി കൊത്തുമെന്ന് കരുതിയില്ല. അങ്ങനെയൊരു തെറ്റ് എനിക്ക് പറ്റിപ്പോയി." ദാദ വീണ്ടും മദ്യം പകർന്നു. "എന്തായാലും താങ്കൾ അവളെ ആഗ്രഹിച്ചതല്ലേ. നാളെ രാത്രിയിൽ ഇങ്ങ് പോരെ. അവൾ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്." ദാദ പറഞ്ഞാൽ ശിവന് അനുസരിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് ആൽബർട്ടിനറിയാം. അയാൾക്ക് സന്തോഷമായി. യാത്രയാകും മുമ്പ് ഇത്രയും കൂടി അറിയിച്ചു. നാളെ ദാദയുടെ ആൾക്കാർ ചുങ്കം പിരിക്കാനെത്തുമ്പോൾ അത് കൊടുക്കരുതെന്നും ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കണമെന്നുമൊക്കെ അവർ കോർണർ മീറ്റിംഗും കൂടി തീരുമാനിച്ചിരിക്കുന്നു. മജീദ് അത് കേട്ട് ഉച്ചത്തിൽ ചിരിച്ചു. "മജീദിനെ ചുങ്കം തരാതിരിക്കുകയോ? അപ്പോൾ ജീവനിൽ കൊതിയുള്ളവരല്ലേ അവരൊക്കെ? ആ വരത്തൻ പാവങ്ങളെ കൂടി കൊലയ്ക്ക് കൊടുക്കുന്ന ലക്ഷണമാണ്." "ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്." ആൽബർട്ട് പുറത്തേക്കിറങ്ങി. സന്ധ്യ കഴിഞ്ഞപ്പോൾ മുതൽ വേശ്യാത്തെരുവിൽ അതിഥികളുടെ വരവായി. ഇത്രയും നാളത്തെ പതിവനുസരിച്ച് എത്തിയ അവർ അമ്പരന്നു പോയി. എന്നും വാതിൽ തുറന്നിട്ട് അതിഥികളെ കാത്തു നിൽക്കാറുണ്ടായിരുന്ന സ്ത്രീകളെയൊന്നും കാണാനേയില്ല. പകരം വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു. കാര്യം മനസ്സിലാകാതെ പലരും വാതിലിൽ തട്ടി വിളിച്ചു. അക്കൂട്ടത്തിൽ ഇൻസ്പെക്ടർ ത്രിവിക്രമൻ ഉണ്ടായിരുന്നു. അയാൾ കമലയുടെ വീട്ടിലായിരുന്നു എത്തിയത്. വാതിൽ തുറക്കപ്പെട്ടു. സന്തോഷത്തോടെ അകത്തേക്ക് കടക്കാൻ ഭാവിച്ച ത്രിവിക്രമൻ ഞെട്ടിപ്പോയി. വാതിൽക്കൽ ഓങ്ങിപ്പിടിച്ച വെട്ടുകത്തിയുമായി സംഹാര രുദ്രയെപ്പോലെ നിൽക്കുന്നു കമല. "കമലേ, എന്താടിത്?" ത്രിവിക്രമനൊന്നും പിടികിട്ടിയില്ല. "കണ്ണു കാണത്തില്ലേ? വെട്ടുകത്തി. അകത്തേക്ക് കടന്നാൽ ഇൻസ്പെക്ടറാണെന്നൊന്നും ഞാൻ നോക്കില്ല. പിടലി വെട്ടി മുറിക്കും ഞാൻ." കമല മുന്നോട്ടെടുത്തപ്പോൾ ത്രിവിക്രമൻ പിന്നോട്ട് മാറി. "മേലിൽ ഈ തെരുവിൽ ഇത്തരം ആവശ്യത്തിന് വന്നു പോകരുത്. പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് കൃത്യനിർവഹണത്തിനായി നിങ്ങൾക്ക് വരാം. അല്ലാതെ വന്നാൽ..." "കമലേ?" "അതെ, കമല തന്നെയാണ് പറയുന്നത്. ജീവൻ വേണമെങ്കിൽ പോയിക്കോ." എന്തോ കുഴപ്പമുണ്ട്. ഇങ്ങോട്ട് വന്ന വാഹനങ്ങൾ അതേ വേഗതയിൽ തിരികെ പോകുന്നത് ത്രിവിക്രമൻ കണ്ടു. അയാളും പല്ലു കടിച്ചുകൊണ്ട് പിൻവാങ്ങി. ആ തെരുവിലെ ഓരോ വീട്ടിൽ നിന്നും ഇത്തരം അനുഭവങ്ങളായിരുന്നു അതിഥികൾക്ക് കിട്ടിയത്. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തങ്ങളുടെ മുറിക്ക് മുന്നിലെ വരാന്തയിൽ നിൽക്കുകയായിരുന്നു ശിവൻ. "അങ്ങനെ ഈ തെരുവിൻ്റെ ഒരു ശാപം ഒഴിഞ്ഞുവെന്നാണ് തോന്നുന്നത്," അവൻ ചൈതന്യയോട് വിളിച്ചു പറഞ്ഞു. അവൾ മനോഹരമായി ചിരിച്ചു. നിറഞ്ഞ സംതൃപ്തി ആ ചിരിയിൽ ശിവൻ കണ്ടു. അർദ്ധരാത്രിയോടടുക്കാറായി. ഒരു ജീപ്പ് ശാരദയുടെ നഴ്സിംഗ് ഹോമിന് മുന്നിൽ നിന്നു. അതിൽ നിന്നും ഒരു കുപ്പിയുമായി ആൽബർട്ട് മുതലാളി ഇറങ്ങി. നഴ്സിംഗ് ഹോമിൻ്റെ വാതിലിൽ തട്ടി. അല്പം കഴിഞ്ഞപ്പോൾ വാതിലിൻ്റെ കുറച്ചു ഭാഗം തുറക്കപ്പെട്ടു. "തുറക്കടി വാതില്." മിണ്ടരുത്. ആരെങ്കിലും അറിഞ്ഞാൽ കുഴപ്പമാകും." ഇന്നെന്താ ഒരു പുതുമ?" "ഇവിടെയുള്ളവരെല്ലാം ഈ പരിപാടിക്കെതിരാ." ശാരദ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു. "ലൈറ്റ് ഇടടി." "വേണ്ട, കുഴപ്പമാ." "പോടി അവിടുന്ന്." അയാൾ ലൈറ്റിട്ടു. ശാരദ വേഗം വാതിലടച്ചു. "ഇന്നു മുതൽ ഈ തെരുവിൽ ആരും വ്യഭിചരിക്കരുതെന്നാണ് തീരുമാനം." "ആരുടെ തീരുമാനം?" "നീ ഗ്ലാസ് എടുക്ക്. അകത്തെ മുറിയിൽ പോകാം." "വേണ്ട, ആൽബർട്ട് ഇഷ്ടമുള്ളപ്പോൾ വ്യഭിചരിക്കും. ആരെ തടയാൻ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ." "കമലയും ഈ പരിപാടി നിർത്തിപ്പോലും." ഗ്ലാസ് എടുത്തു വയ്ക്കുന്നതിനിടയിൽ പുച്ഛഭാവത്തിൽ ശാരദ പറഞ്ഞു. "അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കുമോടി." അയാൾ കുപ്പി പൊട്ടിച്ചതും പുറത്ത് ശബ്ദം കേട്ടു. "തുറക്കടി വാതിൽ." ശാരദയും ആൽബർട്ടും നടുങ്ങി. "പറഞ്ഞത് കേൾക്കടി, അതോ ഞങ്ങൾ വാതിൽ ചവിട്ടി പൊളിക്കണോ?" ശാരദ വിറയ്ക്കാൻ തുടങ്ങി. വാതിലിൽ ആരോ ആഞ്ഞിടിച്ചു. ആൽബർട്ട് എണീറ്റ് വാതിൽ തുറക്കാൻ ഭാവിച്ചു. "വേണ്ട മുതലാളി." ശാരദ തടഞ്ഞു. എന്താ? ഇവനൊക്കെ എന്നെ ഷേവ് ചെയ്ത് കളയുമോ?" അയാൾ വാതിൽ തുറന്നു. ഒപ്പം മുഖമടച്ച് ഒരടി കിട്ടി. അയാൾ പിന്നോട്ട് മറിഞ്ഞു വീണു. ആൾക്കാർ അകത്തേക്ക് പാഞ്ഞു കയറി. അവർ ആൽബർട്ടിനെയും ശാരദയെയും ശരിക്കും പെരുമാറി. "കൊല്ലരുതേ!" അവരുടെ നിലവിളി ബഹളങ്ങൾക്കിടയിൽ ഉയർന്നു. ഇതിനിടെ ആരോ ആൽബർട്ടിൻ്റെ ജീപ്പ് തീവെച്ചു. തീ ആളിപ്പടർന്നു. കരിയില പോലെ അത് കത്തിയെരിഞ്ഞു. ആൽബർട്ട് അത് കണ്ടു. പക്ഷേ അയാൾക്ക് ചലിക്കാൻ കഴിയുമായിരുന്നില്ല. "കുറേ കാലമായല്ലോ താൻ ഇവിടെ പറ്റുവരവ് തുടങ്ങിയിട്ട്." ആരോ ഗർജിച്ചു. "വേഗം ഇവളെയും കൊണ്ട് പോയിക്കൊള്ളണം." ഇരുവരെയും അവർ റോഡിലേക്ക് തള്ളിവിട്ടു. തൽക്കാലം രക്ഷപ്പെടുവാൻ അവർ വേച്ച് റോഡിലൂടെ ഓടിപ്പോയി. ആൾക്കാർ കൂകി വിളിച്ചു. രാത്രി കഴിയാറാകുന്നു. ഒപ്പം അവർക്ക് ഭീതിയായി തുടങ്ങി. ഞായറാഴ്ച രാവിലെ എന്തു സംഭവിക്കും?
അതെ, വേശ്യാത്തെരുവെന്ന കുപ്രസിദ്ധി നേടിയ ആ തെരുവിൻ്റെ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസമാണ് വരുന്നത്.